മൂന്നാർ ടൗണിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴായി ഒഴുകുന്നുവെന്ന് പരാതി. മൂന്നാറിലെ വിദേശ മദ്യ വിൽപ്പനശാലയ്ക്ക് മുമ്പിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. ഇത് ആളുകൾക്ക് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉയർത്തുന്നു. മൂന്നാർ കോളനി ഭാഗത്ത് ഉൾപ്പെടെ കുടിവെള്ളക്ഷാമം നേരിടുന്ന സാഹചര്യം നിലനിൽക്കെയാണ് മറ്റൊരിടത്ത് വെള്ളം പാഴായി ഒഴുകുന്നത്. മൂന്നാർ ടൗണിൽ പ്രവർത്തിക്കുന്ന വിദേശ മദ്യ വിൽപ്പനശാലയ്ക്ക് മുമ്പിലൂടെ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളമൊഴുകാൻ തുടങ്ങിയിട്ട് ഏതാനും ദിവസങ്ങളായി. വെള്ളമൊഴുക്ക് സ്ഥിരമായതോടെ മദ്യവിൽപ്പനശാലയിലെത്തുന്ന ആളുകൾക്കിത് പ്രായോഗിക ബുദ്ധിമുട്ടുയർത്തുന്ന സ്ഥിതിയായി. പതിവായി വെള്ളമൊഴുകുന്നതുമൂലം മദ്യവിൽപ്പനശാലയിലെത്തുന്ന ആളുകൾക്ക് മാത്രമല്ല, വിൽപ്പനശാലയിലേക്ക് എത്തുന്ന ലോഡ് ഇറക്കുന്നതിനും കയറ്റുന്നതിനുമെല്ലാം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായാണ് പരാതി. மக்களுக்காக வேண்டி இந்த தண்ணி போகக்கூடிய இலக்கு இந்த தண்ணி இப்போ வேஸ்ட்டாக போய்கிட்டு இருக்கு. எங்களுக்கு லோடு இறக்க முடியல. பொதுமக்களும் வந்து சரக்கு வாங்கிட்டு வெளியே போக முடியல. அது மாதிரி மாநிலங்கள்லேருந்து வராங்க. அவங்க ஏன் இப்படி கிடக்குது, என்ன இருக்குன்னு இதுக்கு ரெஸ்பான்ஸே இல்லை. ஆனால் இது நீங்கள் சட்டபூர்வமாக நடவடிக்கை எடுத்து இந்த தண்ணியை பொதுமக்களுக்கு போய் கொடுக்குற மாதிரி, வேஸ்ட் ஆகாமல் ஆளுங்களுக்கு போய் சேர்ற மாதிரி இந்த தண்ணியை திருப்பி விடும்படி மிக தாழ்மையோடு கேட்டுக்கொள்கிறோம். ஆனால் முக்கியமாக இந்த ரோடை சரி பண்ணுறதுக்கு நாங்கள் நேற்று கூட லோடு இருக்கையில் ஒரு ஆள் கீழே விழுந்துட்டாங்க. சரக்கு வாங்கிட்டு போயிடும் அவங்களும் கீழே விழுகிறாங்க. இது என்ன மூணாறு இப்படி இருக்குன்னு சொல்லி அவங்க கேட்குறாங்க. സ്ഥിരമായി വെള്ളമൊഴുകി ആ ഭാഗം ചെളിക്കുണ്ടിന് സമാനമായി മാറിയ സ്ഥിതിയാണുള്ളത്. പ്രശ്നപരിഹാരം വേണമെന്ന ആവശ്യമുയർന്നിട്ടും നടപടിയില്ലെന്നാണ് ആക്ഷേപം. മൂന്നാർ കോളനി ഭാഗത്തുൾപ്പെടെ കുടിവെള്ളക്ഷാമം നേരിടുന്ന സാഹചര്യം നിലനിൽക്കെ കൂടിയാണ് മറ്റൊരിടത്തിങ്ങനെ വെള്ളം പാഴായി പോകുന്നത്. പൊട്ടിയൊഴുകുന്ന കുടിവെള്ള പൈപ്പ് അടയ്ക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.